Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന ഭാഗവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ പാഠഭാഗത്തേക്ക് പോകാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ. വീടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ എന്തറിയാനാണ്? വീടറിയാനും നാടറിയാനും പുറത്തിറങ്ങണം. വരൂ നമുക്കൊരു യാത്ര പോകാം. അപ്പോൾ ഒരു യാത്ര, അപ്പം നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം ഒരു യാത്രയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു യാത്രയിലെ കാഴ്ചകളായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? അപ്പം നമുക്ക് നോക്കാലോ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? ഇതാണ് കേരള കലാമണ്ഡലം. വരൂ എൻ്റെ കൂടെ. നോക്കൂ, ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. തൊട്ടു വടക്കുവശത്തായി ഉയർന്ന കൊടിമരം കാണാം. അവിടെയാണ് കൂത്തമ്പലം. അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു. അതെ, അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ്. വരൂ നമുക്കങ്ങോട്ട് പോകാം. കളരിക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ. ഓരോന്നായി നമുക്ക് കാണാം. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ യൂട്യൂബൊക്കെ തുറന്നാൽ എന്ത് കാണാറുണ്ട്? അതുപോലെയുള്ള ടൂർ വീഡിയോസ് കാണാറുണ്ട് ഇല്ലേ? നമ്മുടെ ഹോം ടൂറ് പോലുള്ള വീഡിയോസൊക്കെ കാണാറില്ലേ? അപ്പോൾ അതിൽ നമ്മുടെ കൂട്ടുകാർ ആദ്യം എന്താ പറയുക? ഹലോ ഗൈസ് അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ എങ്ങനെ പറയാൻ? അപ്പോൾ അതുപോലെയാണ് ഇവിടെ എന്താ പറയുന്നത്? ഹലോ ഗൈസ്. അപ്പോൾ ഒരു കുട്ടി അവൻ എവിടെയാണുള്ളത്? കേരള കലാമണ്ഡലത്തിലാണുള്ളത്. അപ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അല്ലെങ്കിൽ അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളിൽ കുറച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ ഉള്ളത്? കേരള കലാമണ്ഡലത്തിലെ മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമയുണ്ട്. എന്തുകൊണ്ടാണ് വള്ളത്തോളിൻ്റെ പ്രതിമ അവിടെ വെച്ചത്? അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. ഇനി അതിൻ്റെ വടക്ക് വശത്തായിട്ട് എന്തുണ്ട്? കൊടിമരം കാണാം. അവിടെയാണ് കൂത്തമ്പലം. പിന്നെയോ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം എന്ത് മനസ്സിലായി? അവിടെയാണ് എന്ത്? കഥകളി പഠിപ്പിക്കുന്ന കളരിയുള്ളത്. അപ്പോൾ എങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ കാണാൻ പോകാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാഴ്ചകളാണല്ലേ. ഇനി അതിൻ്റെ പ്രവർത്തനം നോക്കിയേ. നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്ക് കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയാൽ ഇഷ്ടമാതിരി ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടാവും അല്ലേ? ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കൂ. വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും. അപ്പം നിങ്ങളുടെ വീടാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അതല്ല ഇനി സ്കൂള് ആണ് വീഡിയോ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തയ്യാറാക്കുക. എന്നിട്ട് ടീച്ചറുടെ സഹായത്തോടെ വീഡിയോ എടുക്കുക. അപ്പോൾ അതാണ് ഈ ഒരു ചെറിയൊരു ഭാഗത്ത് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.